കേരളത്തിന് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഭാവിയിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് കുടിവെള്ള ക്ഷാമവും അതുപോലെയുള്ള ജലത്തിൻ്റെ ക്ഷാമവും തന്നെയായിരിക്കും. ഈ സമയത്താണ് കേരളത്തിന് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു പദ്ധതി വരുന്നു. നദീ സംയോജന പദ്ധതിയാണത്. അതായത് പമ്പയിലെയും അച്ചൻകോവിലെയും വൈപ്പാറിലെയും ഈ 3 നദികളെ ഒന്നിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള തീവ്ര ശ്രമം ഇപ്പോൾ നടക്കുന്നെന്ന് പറയുന്നു. എന്താണ് ഈ കേരളത്തിൻ്റെ ആശങ്കകൾ നമുക്ക് പരിശോധിക്കാം. 24 എക്സ്പ്ലെയിനർ. നദീ സംയോജന പദ്ധതി പുനരുജ്ജീവിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരുമ്പോൾ കേരളത്തിന് വലിയ ആശങ്കയാണുള്ളത്. കേരളത്തിന്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ഒരിക്കൽ തള്ളിയ പദ്ധതിയാണ് വീണ്ടും പൊടിതട്ടിയെടുക്കുന്നത്. എന്താണ് പമ്പ അച്ചൻകോവിൽ വൈപ്പാർ നദീ സംയോജന പദ്ധതി? കേരളത്തിന്റെ ആശങ്കകൾ എന്തൊക്കെയാണ് പരിശോധിക്കാം. തമിഴ്നാട്ടിൽ കൃഷിക്കും ജലസേചന ആവശ്യങ്ങൾക്കുമായി പമ്പ അച്ചൻകോവിൽ നദികളിൽ നിന്ന് വൈപ്പാർ നദീതടത്തിലേക്ക് വെള്ളം തിരിച്ചുവിടുന്ന പദ്ധതിയാണിത്. 1990 മുതൽ തമിഴ്നാട് നിരന്തരം ആവശ്യപ്പെടുന്ന പദ്ധതി. പമ്പ അച്ചൻകോവിൽ നദികളിൽ നിന്ന് 63.4 കോടി ഘനമീറ്റർ വെള്ളം തമിഴ്നാട്ടിലേക്ക് ടണൽ വഴി തിരിച്ചുവിടുന്നതാണ് നിർദ്ദിഷ്ട പദ്ധതി. വൈപ്പാർ നദീതടത്തിൽ വെള്ളം എത്തിച്ച ശേഷം തമിഴ്നാട്ടിലെ 91,400 ഹെക്ടറിൽ കൃഷി ആവശ്യത്തിന് വിനിയോഗിക്കും. പദ്ധതിക്കായി 3 ഡാമുകൾ നിർമ്മിക്കണം. പമ്പയിലെ കല്ലാറിൽ 150 മീറ്റർ ഡാം വേണം. അച്ചൻകോവിലാറിൽ 160, 35 മീറ്ററുകളിലായി 2 ഡാമുകൾ നിർമ്മിക്കണം. ഈ റിസർവോയറുകളെ 8 കിലോമീറ്റർ നീളമുള്ള ടണൽ വഴി ബന്ധിപ്പിക്കണം. അച്ചൻകോവിൽ കല്ലാർ റിസർവോയറിൽ ശേഖരിക്കുന്ന ജലം 9 കിലോമീറ്റർ ടണൽ വഴി പശ്ചിമഘട്ടം തുരന്നു വേണം തൂത്തുക്കുടി, വിരുദുനഗർ ജില്ലകളിലൂടെ ഒഴുകുന്ന വൈപ്പാറിലെത്തിക്കാൻ. പദ്ധതി യാഥാർത്ഥ്യമായാൽ പശ്ചിമഘട്ട മേഖലയിൽ കേരളത്തിന്റെ 2004 ഹെക്ടർ വനഭൂമി വെള്ളത്തിനടിയിലാവുമെന്നാണ് സാധ്യതാ പഠന റിപ്പോർട്ട്. ഇതിൽ 1400 ഹെക്ടർ നിത്യഹരിത വനമാണ്. വേമ്പനാട്ട് കായലിൽ ഓരുവെള്ളത്തിന്റെ കടന്നുകയറ്റം രൂക്ഷമാകും. കുട്ടനാട് മേഖലയിലെ കർഷകർ കൂടുതൽ ദുരിതത്തിലാകും. ജലവികസന ഏജൻസിയുടെ പഠനത്തിലെ കണക്കുകൾ പെരുപ്പിച്ചു കാട്ടിയതാണെന്ന് കേരളം ആരോപിക്കുന്നു. ജലം, ജലവിതരണം, ജലസേചനം, കനാലുകൾ, ജലസംഭരണികൾ, ജലവൈദ്യുതി എന്നിവ സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങളാണ്. എന്നാൽ അന്തർ സംസ്ഥാന നദികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ രാജ്യത്തിന്റെ പൊതു താൽപര്യം മുൻനിർത്തി കേന്ദ്രത്തിന് നിയമനിർമ്മാണം നടത്താം. 1956 റിവർ ബോർഡ് നിയമം അത്തരത്തിൽ പാസാക്കിയതാണ്. എന്നാൽ പമ്പയും അച്ചൻകോവിലും പൂർണ്ണമായും കേരളത്തിൽ ഉത്ഭവിച്ച് കേരളത്തിൽ മാത്രം ഒഴുകുന്ന നദികളാണ്. ഈ നദികളിലെ ജലത്തെ തമിഴ്നാട്ടിലെ നദിയോട് സംയോജിപ്പിക്കുന്നതിനെ ഭരണഘടനാപരമായി ചോദ്യം ചെയ്യാനാകും. ഇതാണ് കേരളത്തിന്റെ പിടിവള്ളി.